എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു ബട്ടർ ചിക്കനാണ്. ഇത് കുട്ടികളുടെ ഒരു ഫേവറേറ്റ് ചിക്കൻ കറിയാണ്. ബോൺലെസ് ചിക്കനിലാണ് ഇത് സാധാരണ ഉണ്ടാക്കുക. ഞാനിവിടെ എല്ലുള്ള ചിക്കൻ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇത് ഇപ്പോൾ ദോശ, ഇഡ്ഡലി, പൊറോട്ട, ചപ്പാത്തി അങ്ങനെ എന്തിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഇവിടെ ഇപ്പോൾ ഒരു 300 ഗ്രാം എല്ലുള്ള ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഗരം മസാലയാണ്. പിന്നെ 1 ടീസ്പൂണോളം ഉപ്പും പിന്നെ 1 ടേബിൾ സ്പൂൺ തൈരും എടുത്തിട്ടുണ്ട്. ഇത് ചിക്കനിലിട്ടിട്ട് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കണം. എന്നിട്ട് ഒരു 30 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒരു 15 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചാലും മതി. പുറത്ത് വെക്കുകയാണെന്ന് വെച്ചാൽ ഒരു 30 മിനിറ്റ് ഒന്ന് ഇരുന്നോട്ടെ. ഇപ്പോൾ ഇതാ ഇവിടെ ഏകദേശം ഒരു 30 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് വറുത്തെടുക്കാം. ഇതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബട്ടർ നന്നായിട്ടൊന്ന് ഉരുകിയതിന് ശേഷം അതിലേക്ക് ചിക്കൻ ഓരോ പീസായിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ ഓരോ പീസായിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ബട്ടർ മാത്രമല്ല, നിങ്ങളുടെ കയ്യിൽ സൺഫ്ലവർ ഓയിൽ ഉണ്ടെങ്കിൽ അതും ഒരു 2 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് കുറച്ച് ബട്ടർ ഒഴിച്ചിട്ട് അതേപോലെ ഒന്ന് ചിക്കൻ ഇട്ടിട്ട് വറുത്തെടുക്കാം. ഇപ്പോൾ ഇവിടെ ബട്ടർ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇപ്പോൾ ഇതാ ഇവിടെ ചിക്കൻ ചെറുതായിട്ട് ഒരു സൈഡ് ഒന്ന് ആയി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് മറിച്ച് കൊടുക്കുന്നുണ്ട്. ഒട്ടും മസാല താല്പര്യമില്ലാത്തവർക്ക് ഉറപ്പായിട്ടും ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ചിക്കൻ കറിയാണ്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇപ്പോൾ ഇവിടെ ഏകദേശം ചിക്കൻ ഒന്ന് ആയി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബട്ടർ നന്നായിട്ടൊന്ന് ഉരുകിയതിന് ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജീരകം ചേർത്ത് കൊടുത്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒന്ന് മൂത്തതിന് ശേഷം അതിലേക്ക് 3 സവാള നീളത്തിൽ അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് മൂത്ത് പോകണ്ട, സവാള ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഇവിടെ ഇപ്പോൾ സവാള ഒന്ന് ചെറുതായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ എല്ലാം ഒന്ന് പച്ചമണം മാറുന്നവരെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇവിടെ ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ എല്ലാം പച്ചമണം നന്നായി മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 തക്കാളി നീളത്തിൽ അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും തക്കാളി ഒന്ന് സോഫ്റ്റ് ആവുന്നവരെ വഴറ്റിയെടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 3/4 ടീസ്പൂണോളം ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് ഇതിലേക്ക് ഒരു 10 കാഷ്യൂ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാഷ്യൂം ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം സോഫ്റ്റ് ആവുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ലപോലെ ഒന്ന് വഴറ്റിയിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഈ തക്കാളി, സവാള എല്ലാം ഒന്ന് കാഷ്യൂ എല്ലാം ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇത് ഒരു 5 മിനിറ്റ് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിൽ ഇതൊന്ന് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഒരു അരിപ്പ വെച്ചിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം. പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു അരിപ്പ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ഇതൊന്ന് അരിച്ചെടുത്താലാണ് കറിക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇതേപോലെ ഉണ്ടാക്കിയാലും കുഴപ്പമില്ല. എന്നാലും ബട്ടർ ചിക്കൻ എന്ന് പറഞ്ഞു വെച്ചാൽ നല്ല സോഫ്റ്റ് ക്രീമി ടേസ്റ്റുള്ളൊരു കറിയാണല്ലോ. അപ്പോൾ ഇതൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഇതേപോലെ ഒരു അരിപ്പ വെച്ചിട്ടൊന്ന് അരിച്ചെടുത്താൽ മതി. ഒരു സ്പൂണ് വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ അതാ ഒരു പാനിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി കാഷ്യൂവിൻ്റെ പേസ്റ്റെല്ലാം നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്.
ഇനിയാണ് ഫ്ലെയിം ഓൺ ചെയ്യുന്നത്. ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഈ പൊടികളെല്ലാം ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് തിളയ്ക്കാൻ അനുവദിക്കാം. ഇനി ഈ കറി ടേസ്റ്റ് ചെയ്തിട്ട് അതിൽ ഉപ്പിൻ്റെ കുറവുണ്ടിച്ചാൽ ഈ ടൈമിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ ഇപ്പോൾ ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബട്ടർ ചിക്കന് ഒരു മധുരത്തിൻ്റെ ടേസ്റ്റ് ആണല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഷുഗർ ആഡ് ചെയ്യുന്നത്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ കറി നന്നായിട്ടൊന്ന് തിളയ്ക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്തെടുത്ത ചിക്കൻ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചിക്കൻ ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. വഴറ്റി കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു 5 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിക്കുന്നുണ്ട്. ഈ ചിക്കനിലേക്ക് ഈ കറിയുടെ ടേസ്റ്റൊക്കെ അപ്പോൾ നന്നായിട്ടൊന്ന് കിട്ടിക്കോളും. അപ്പോൾ ഇതവിടെ കറി നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം കസൂരി മേത്തി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 4 ടേബിൾ സ്പൂണോളം ഫ്രഷ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ ചിക്കൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല അടിപൊളി കറിയാണ്. ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. പിന്നെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യുകയും വേണം. കാണുന്നവരാരും കമൻറ്റ് ചെയ്യുന്നില്ല, അപ്പോൾ ഉറപ്പായിട്ടൊന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും വേണം. പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. താങ്ക്